വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് നമുക്ക് ട്രിഗണോമെട്രി നോക്കാം അല്ലേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എല്ലാവരും നിങ്ങൾ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. സൈൻ കോസ് ടാൻ എന്ന് കേൾക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഒരു പേടിയുണ്ടല്ലോ. പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം സൈൻ കോസ് ടാൻ എന്താണെന്ന് നോക്കാം. പിന്നെ 30 ഡിഗ്രി 60 ഡിഗ്രി വന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണെന്ന് നോക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ആദ്യം ജനറൽ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, വൺ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ. അതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ 3 റേഷ്യോസ് 3 പഠിക്കാനുള്ളൂ: സൈൻ, കോസ്, ടാൻ. അതിൽ സൈൻ റേഷ്യോ ഇപ്പം നമ്മൾ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്ത്, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ്വീൻ 0 ആൻഡ് 90. അപ്പോൾ എ അക്യൂട്ടാണ്, സി അക്യൂട്ടാണ്. ഇപ്പം നമ്മൾ സൈൻ റേഷ്യോ എടുക്കുന്നു. സൈൻ ഒരു ആംഗിളിൻ്റെ എ ആണ് അക്യൂട്ട്. നമ്മൾ എയുടെ 3 റേഷ്യോ നമുക്ക് നോക്കാം. സൈൻ എ opposite by opposite side by opposite by hypotenuse. ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ്, അഡ്ജസൻ്റ്, ഹൈപ്പോട്ടന്യൂസ് അതേതാണെന്ന് നോക്കാം. ഇപ്പം ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതെന്താണ്? ഹൈപ്പോട്ടന്യൂസ്. ഇപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ലെറ്റർ ഏതാണ്? ബി. ഇപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ 3 ലെറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബി മാറ്റിയിട്ട് ബാക്കി 2 ലെറ്റർ ഏതാണ് വരുന്ന സൈഡ് ഏതാണ്? എ സി. അപ്പം ബിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബി മാറ്റിയിട്ട് ബാക്കി നോക്കുക. അതാണ് റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇനി എയുടെ ബാക്കി 2 സൈഡ് ഉണ്ടല്ലോ. ഇനി എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം എ ഇല്ലാത്ത ബാക്കി 2 ലെറ്റർ നോക്കുക. എയുടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ബി സി. പിന്നെ ഒരു സൈഡേ ഉള്ളൂ, അതേതാണ്? അഡ്ജസൻറ്റ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ സി എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ റേഷ്യോ ആയിരുന്നു കാണേണ്ടിയിരുന്നതെങ്കിൽ, അപ്പോഴിവിടെ ബിയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ് അല്ലേ. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും മാറും. ഇപ്പോൾ നമ്മൾ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വരും? എ ബി ആണ് അല്ലേ. ഇത് അഡ്ജസൻറ്റ്. അങ്ങനെ നമ്മൾ ഏതാണ് ഓപ്പോസിറ്റ്, അഡ്ജസൻ്റ്, ഹൈപ്പോട്ടന്യൂസ് അത് ക്ലിയർ ആക്കണം. നിങ്ങൾക്ക് ഓപ്പോസിറ്റും അഡ്ജസൻറ്റും മനസ്സിലായല്ലോ. ഇനി നമുക്ക് 3 റേഷ്യോസ് നോക്കാം. സൈൻ എ ഫസ്റ്റ്. ഏത് ആംഗിളിൻ്റെ ആണോ നമുക്ക് സൈൻ റേഷ്യോ വേണ്ടത്, ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ നമ്മൾ വരച്ച ഫിഗറിൽ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? ബി സി. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി. ഇനി കോസ്, കൊസൈൻ എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് കോസ് മാത്രമേ എഴുതുന്നത്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പം എയുടെ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ ഏതാണ്? എ ബി. ഹൈപ്പോട്ടന്യൂസ് എ സി. ടാൻ, ടാൻജൻ്റാണ് അത്. ടാൻ TAN വരെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് സൈൻ മനസ്സിലായല്ലോ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ബി സി ഡിവൈഡഡ് ബൈ എ. നമുക്ക് സൈൻ കോസ് ടാൻ അല്ലേ. ഇനി നമുക്ക് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെ വരുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഒരു റേഷ്യോ ഉണ്ട്. നമുക്കത് പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ സൈൻ 30 സൈൻ 60 ഒക്കെ നമുക്ക് വാല്യൂസ് അതിൽ നിന്ന് കാണാതെ പഠിക്കാതെ തന്നെ ആ റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എഴുതാം.
30, 60, 90. A, B, C. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം മൂന്ന് ആംഗിളും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? സം ഓഫ് ഓൾ ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രി. ഇത് 60, ഇത് 90, ഇത് എത്രയായിരിക്കും? 30. ഇപ്പോൾ 30 ആണ് സ്മോളസ്റ്റ് ആംഗിൾ അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും എപ്പോഴും സ്മോളസ്റ്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റ് മാറ്റിയ ബാക്കി ലെറ്റർ ഏതാണ്? ബിയും സിയും. അത് നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇത് √3. ഇനി പൈതഗോറസ് തിയറം വെച്ച് √1 + 3 4. 4ൻ്റെ റൂട്ട് എത്ര? 2. ഇങ്ങനെ വരുള്ളൂ ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. അപ്പോൾ ഇത് ആക്ച്വൽ ലെങ്ത് അതാകണം എന്നല്ല. AB = BC = AC നമ്മൾ റേഷ്യോ എടുക്കുമ്പം √3 = 1 = 2. അതിൻ്റെ മൾട്ടിപ്പിളും വരാം. ഈ റേഷ്യോ വരുമ്പോൾ ഇങ്ങനെ വരാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് ഓർഡർ വരുമ്പോൾ 1 √3 2. ഇപ്പം നമുക്കിതിൽ നമ്മൾ പറഞ്ഞു സൈൻ എന്താ, കോസ് എന്താ, ടാൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പം നിങ്ങളോട് 1 മാർക്കിന് ചോദിക്കണം സൈൻ 30. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഏതാ? 1. ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ സൈൻ. നമുക്ക് എന്ത് എഴുതാം? 1/2. ഇനി സൈൻ 60 ആണ് ചോദിക്കുന്നതെങ്കിലോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. ഈ ഒരു ഫിഗർ കൊണ്ട് അങ്ങനെ പ്രയോജനമുണ്ട്. ടാൻ 60 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് √3/1 √3. ഇനി 45, 45, 90 അതോടെ നോക്കാം. 45 ഡിഗ്രി ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 45. 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. 45ൻ്റെ ഓപ്പോസിറ്റ് 1. 45ൻ്റെ ഓപ്പോസിറ്റ് √1² + 1² √2. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. സൈഡ്സിൻ്റെ റേഷ്യോ 1:1:2. ഇതറിയാമെങ്കിൽ നമുക്ക് സൈൻ 45, കോസ് 45, ടാൻ 45 ഇതിൻ്റെ എല്ലാം വാല്യൂ നോക്കാം. ഇപ്പോൾ ടാൻ 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇപ്പോൾ അപ്ഡേറ്റഡ് ഇവാലുവേഷനിൽ MCQ ഒക്കെ ഉണ്ടല്ലോ. 1 മാർക്കൊക്കെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 45. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/1 ദറ്റ് ഈസ് 1 ഇങ്ങനെയൊക്കെ എഴുതാം. കോസ് 45 adjacent by hypotenuse 1/√2. ഇതുപോലെ സൈൻ 45 സൈനെയും കോസയും ഒരേപോലെ വരുന്ന വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ 45 ആണ്. കാരണം സൈൻ 45 എത്രയാണ്? 1/√2. കോസ് 45 1/√2. നമുക്കിനി പ്രോബ്ലത്തിലോട്ട് വരാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ABC 4 centimeter. Find the distance, perpendicular distance from A to bottom side. Find AD and area of triangle X. അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതെന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെർട്ടെക്സ് ആംഗിളിനെ നമ്മൾ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ഇങ്ങനെ ബേസിലേക്ക് വരയ്ക്കുമ്പോൾ ഈ വെർട്ടെക്സ് ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ചെയ്യുന്ന വെച്ചാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയും ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇതും 60 ആയിരിക്കും. അതേപോലെ തന്നെ BDയും DCയും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ BD2 ആണെങ്കിൽ DC2, അല്ലെങ്കിൽ BD3 ആണെങ്കിൽ DC3, അങ്ങനെ ബൈസെക്റ്റ് ചെയ്യും. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പം നമുക്കിവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ മാത്രം ഒന്ന് വരച്ച് നോക്കാം.
അപ്പോൾ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ സൈൻ കോസ് ആ റേഷ്യോ വെച്ചും ചെയ്യാം. പക്ഷേ സൈൻ 60 ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരണം എന്നില്ല. കാരണം 60, 30, 45 വാല്യൂസ് തരത്തില്ല. ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈൻ 50, കോസ് 50, ടാൻ 50 ഇങ്ങനെ നിങ്ങൾക്ക് 3 തരും. അത് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ 60, 30, 45 ഇങ്ങനെ റേഷ്യോ ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ വാല്യൂ തരത്തില്ല, മിക്കവാറും തരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ റേഷ്യോ വെച്ച് തൽക്കാലം നമുക്ക് ഈ കണക്ക് ചെയ്യാം. എ ഡി ഡി. ഞാൻ ഈ പാർട്ട് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. 60 ഡിഗ്രി 30 ഇവിടെ 4. അപ്പം നമുക്കിതിൻ്റെ ആക്ച്വൽ റേഷ്യോ ഒന്ന് എഴുതാം. 30യുടെ ഓപ്പോസിറ്റ് 1. ഇത് റൂട്ട്. നമുക്കിവിടെ ബി ഡി വേണം. കാരണം ബി ഡി കിട്ടിയാൽ നമുക്ക് ഏരിയയ്ക്ക് വേണമെങ്കിൽ അറിയാമല്ലോ, ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി. നമുക്ക് ബി ഡി കിട്ടിയാൽ അതിൻ്റെ ഡബിളായിരിക്കും ബി സി. പിന്നെ എ ഡിയും വേണം. കാരണം ഇവിടെ ഫൈൻഡ് എ ഡി ആയിട്ട് പാർട്ടുണ്ട്. പിന്നെ ഏരിയയ്ക്കും നമുക്ക് എന്ത് വേണം, ഹാഫ് ബി എച്ചിൽ എ ഡി വേണം. നമുക്ക് ആദ്യം നമുക്ക് എ ഡി കാണാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കി, ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ഡി. അത് നമുക്ക് തന്നിട്ടില്ല. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാവുന്ന ലെങ്താണ് അല്ലേ. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഏതാണ്, എ ഡി. തന്നിരിക്കുന്ന ഏതാണ്, ഹൈപ്പോട്ടനസ്. നമുക്ക് 30യുടെ ഓപ്പോസിറ്റ് എ ഡി, 90യുടെ ഓപ്പോസിറ്റ് എ. അതിൻ്റെ റേഷ്യോ ഏതൊക്കെയാണ്, 1/2. ഇനി നമുക്ക് ആക്ച്വൽ ലെങ്ത്, തന്നിരിക്കുന്ന ലെങ്ത് എഴുതാം. എ ഡി അറിയത്തില്ല, അത് അതേപോലെ എഴുതുക. എ ബി നമുക്ക് എത്രയാണ് ലെങ്ത് തന്നിരിക്കുന്നത്, 4 = 1/2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് എ ഡി = 4 × 1/2. എ ഡി = 4/2, 2 സെൻറ്റിമീറ്റർ. എ ഡി = 2 സെൻറ്റിമീറ്റർ. നമുക്ക് എ ഡി കിട്ടി അല്ലേ. ഇനി നമുക്ക് ബി ഡി വേണം. ബി ഡിയുടെ ഇവിടെ വരുന്ന റേഷ്യോ ഏതാണ്, ബി ഡി ബൈ നമുക്ക് തന്നിരിക്കുന്നത് എ ബി. ബി ഡി റേഷ്യോ എത്രയാണ് ഇവിടെ, √3. ഇവിടുത്തെ റേഷ്യോ വരുന്നത് 2. ഇനി എ ബി 4 സെൻറ്റിമീറ്റർ. ബി ഡി = 4√3/2. 2√3. ഇവിടെ നോക്കിയത് 2√3 കിട്ടി. ഇത് എന്തായിരിക്കും, 2√3. നമുക്ക് ബേസ് കിട്ടി, ഹൈറ്റും കിട്ടി. ഏരിയ, അപ്പോൾ എ ഡി നമുക്ക് എത്ര കിട്ടി, 2 കിട്ടി അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഹാഫ് ബി എച്ച്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ബി സി, എച്ച് എന്ന് പറയുന്നത് എ ഡി. ഹാഫ് ഇൻറ്റു 4√3, 2√3 + 2√3. എ ഡി 2 ക്യാൻസൽ. നമ്മൾ ഏരിയ ആകുമ്പോൾ യൂണിറ്റ് എന്ത് എഴുതണം, ഇവിടെ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സ്ക്വയർ സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ABCD is a parallelogram. This angle is 45 degree. 4 centimeter. This is 2 centimeter. Find distance between AB and DC. ആദ്യം നമുക്ക് എച്ച് കാണണം. പിന്നെ ഫൈൻഡ് ഏരിയ ഓഫ് ABCD, ഏരിയ ഓഫ് പാരലലോഗ്രാം.
നമുക്കാദ്യം എച്ച് കാണാം. ഞാൻ ഈ ഇത് പി എന്ന് പേര് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇതൊന്ന് മാറ്റി വരയ്ക്കുന്നതാണ്. ഇത് 45 ആകുമ്പോൾ ഇത് എന്തായിരിക്കും? 45. ഇവിടെ റേഷ്യോ വരുന്നത് 1/√2. നമുക്കിവിടെ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എച്ച് അല്ലെങ്കിൽ ഡി പി എന്ന് എഴുതാം. ഹൈപ്പോട്ടന്യൂസ് എ ഡി. ഇവിടെ റേഷ്യോ ഏതാണ് വരുന്നത്? 1/√2. എച്ച് ബൈ എ ഡി എത്രയാണ് ഇവിടെ? 2. Therefore H is equal to 2 × 1/√2. 2നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? √2 × √2. That is 1√2 cancel. So answer is H is equal to √2. അപ്പം നമുക്ക് ഹൈറ്റ് എത്ര കിട്ടി? √2. ഏരിയ ഓഫ് എ പാരലോഗ്രാം എന്താ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് പാരലോഗ്രാം ബേസ് ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിളിൽ ഹാഫ് BH, പാരലോഗ്രത്തിൽ BH. സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. സ്ക്വയർ സെൻറ്റിമീറ്റർ. മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മോഡൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇങ്ങനെ sin 50, sin 40 ഒക്കെ ഉള്ളത്. 6, 4. This angle is 50. Two sides are given. 4 centimeter. Two sides are given and included angle. ആ രണ്ട് സൈഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. sin 50. sin 50 0.766. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കൂടെ തരും കേട്ടോ. നിങ്ങൾ കാണാതൊന്നും പഠിക്കാൻ, ഇത് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. sin 50, sin 47 അങ്ങനെയൊക്കെ തരുമ്പോൾ ക്വസ്റ്റ്യനിൽ കൂടെ തരും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇനി നമ്മൾ ഇത്രയും മാത്രം ട്രയാങ്കിൾ എടുക്കുക. sin 50. നമ്മൾ സൈൻ എടുക്കാൻ കാരണം എന്താ? നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഏതാണ് റേഷ്യോ? സൈൻ. എച്ച് ബൈ ഓപ്പോസിറ്റ് എത്രയാണ് ഇവിടെ? 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് 4 × sin 50. That is 4 × sin 50. 0.766. 1, 2, 3. 1, 2, 3. 3.064 centimeter. Area. Half BH. Half into 6 × 3.064. ഹാഫും 6ഉം കട്ട് ചെയ്യുമ്പോൾ 3. 3 × 3.064. Three into 9.192. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. sin 50 എടുക്കുക, എച്ച് കിട്ടും, പിന്നെ ഹാഫ് BH. ഇതേ ക്വസ്റ്റ്യൻ തന്നെ
ആൻസർ എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ 130 ആണ് തരുന്നത്. ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ സെയിം. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒബ്റ്റ്യൂസ് ആകുമ്പോൾ നമ്മളിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരും. ലീനിയർ പെയർ വെച്ച് നമുക്ക് എന്ത് ആംഗിൾ കിട്ടും? 180 മൈനസ് 130. 50. ഓക്കെ, ഇവിടെ എന്ത് വരും? സൈൻ നോക്കി 50യുടെ ഓപ്പോസിറ്റ് എച്ച് ഉണ്ട്, കാണണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഏത് റേഷ്യോ എടുക്കണം? സൈൻ 50 = h/4. സെയിം ആൻസർ തന്നെ വരും. ഇവിടെ ബേസ് 6, എച്ച് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു. ആൻസർ എന്ത് കിട്ടും? 9.192. പക്ഷേ ഫിഗർ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. Next question. Angles 50 degree and 65 degree. Are drawn at the end of a five centimeter long line to make a triangle. Find area of the triangle. 50 degree 65 degree അല്ലേ? ഇത് 5 സെൻറ്റിമീറ്റർ. അതിലെ തന്നെയുള്ള രണ്ട് ആംഗിളാണ് ഏത് തന്നിരിക്കുന്നത്? 50 ആൻഡ് 65. മനസ്സിലായില്ലേ? 5 സെൻറ്റിമീറ്റർ ലൈൻ, അതിൽ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അതിൽ തേർഡ് ആംഗിൾ എന്ത് വരുമെന്ന് നോക്കാം. തേർഡ് ആംഗിൾ കാണാൻ എന്ത് ചെയ്യണം? 180 മൈനസ് വിതിൻ ദ ബ്രാക്കറ്റ് സം ഓഫ് അതർ ടു ആംഗിൾസ്. തന്നിരിക്കുന്ന രണ്ട് കോണുകളും കൂട്ടിയിട്ട് 180 180 നമ്മൾ കുറച്ചാൽ എന്ത് കിട്ടും? തേർഡ് ആംഗിൾ. ഓക്കെ, ഈ രണ്ട് ആംഗിളും ഒരുപോലെ കിട്ടി അല്ലേ? ഇതെന്ത് ട്രയാങ്കിളായി? ഐസോസ്ലസ് ട്രയാങ്കിളായി. നമുക്കിതിൻ്റെ ഇത് 5 ആണ്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 5. ഈ 65ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 5. നമുക്ക് ഏരിയ കാണാം. ഡ്രോ പെർപെൻഡിക്കുലർ. നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കാം. സൈൻ 50. സൈൻ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതുകൊണ്ടാണ് സൈൻ. h/5. സോ h = 5 ഇൻറ്റു സൈൻ 50. നമ്മൾ എഴുതിയല്ലോ 0.766. 3.83. ഏരിയ ഹാഫ് BH 5. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 3.83. 2.5 ഇൻറ്റു നമുക്ക് ഇൻറ്റു ചെയ്യണം. ഹാഫ് ഇൻറ്റു 5 2.5 3.83. Five into 3 15 1. 5 into 8 40 plus 1 41.
9.575. 2.5 into 2.5 into 3.8. 5 into 3, 15. 1. 5 into 8, 40. 40 plus 1, 41. 5 into 3, 15 plus 4, 19. 2 into 3, 6. 2 into 8, 16. 2 into 3, 6 plus 1, 7. 5. It is 9.575 square centimeter. നമുക്ക് അടുത്തത് നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് കുറച്ചും കൂടെ ഉണ്ട്. അപ്പം ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഒരു വീഡിയോയും കൂടെ ഞാൻ ട്രിഗണോമെട്രിയാണ് ഇടുന്നത്. നിങ്ങളെല്ലാവരും കാണണം, പഠിക്കണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു.